പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് നിരവധി പേർ എഴുതിയ പോസ്റ്റുകൾ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. മോദി വിരുദ്ധർക്ക് അത് പിടിക്കില്ല എങ്കിൽ പോലും പലപ്പോഴും മനസ്സിൽ അല്ലെങ്കിൽ പുറത്ത് മോദി വിരുദ്ധരെന്ന് പറയുകയും മനസ്സിൽ മോദിയെ വല്ലാതെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശശി തരൂരൊക്കെ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരാളാണ്. ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയുന്ന ആളാണ് ശശി തരൂരൊക്കെ. അങ്ങനെ മോദിയെ പൊഴുത്തുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞ് പൊഴുത്തുന്നവരെ. ഇപ്പോൾ ജർമ്മൻ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥ, ജർമ്മൻ പൗരത്വമുള്ള അല്ലെങ്കിൽ ജർമ്മനിയിൽ ജനിച്ചു വളർന്ന ഒരു ഉദ്യോഗസ്ഥ, ജർമ്മൻ വനിത, അവർ പറയുന്നത്, മോദിയെക്കുറിച്ച് അവർ പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗ് ജർമ്മനിയിൽ വരുമ്പോൾ ഉണ്ടാകുന്നതും മോദിയിൽ ജർമ്മനിയിൽ വരുമ്പോൾ ഉണ്ടാകുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജർമ്മനിയിൽ വരുമ്പോൾ ബന്ധുക്കളായ 40 പേരെ കൂടെ കൊണ്ടുവന്നിരുന്നു. അവരുടെ താമസത്തിനായി ആകെ 5 ഹോട്ടലുകൾ, എല്ലാം 5 സ്റ്റാർ, ബുക്ക് ചെയ്തു. എല്ലാ ബന്ധുക്കളും എല്ലാ ദിവസവും വില കൂടിയ മാളുകളിൽ സാധനങ്ങൾ വാങ്ങുകയും ലക്ഷക്കണക്കിന് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു. മുഴുവൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലാണ് ബില്ലുകൾ ഈടാക്കിയത്. മൻമോഹൻ സിംഗിന്റെ പര്യടനത്തിൽ ഉടനീളം ഇതായിരുന്നു ദൈനംദിന കഥ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ഇന്ത്യൻ സ്റ്റാഫ് സേവകരും അവരുടെ പാദസേവ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. മൻമോഹൻജി ഒരിക്കൽ പോലും എംബസിയിൽ വരികയോ തങ്ങളെ കാണുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ജർമ്മനിയിൽ 2 തവണ വന്നപ്പോൾ മുഴുവൻ ജീവനക്കാരും വീണ്ടും അതേ ഷോ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം വന്നത് ഒറ്റയ്ക്ക്. അതിൽ തന്നെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ബന്ധുക്കളുടെ സൈന്യമില്ല, ഒറ്റയ്ക്കാണ് മോദി അവിടെ എത്തിയത്. സുരക്ഷയുടെ കാരണങ്ങളാൽ ഒരു ഹോട്ടലിൻ്റെ ഒരു നില മാത്രം പൂർണ്ണമായി ബുക്ക് ചെയ്തു. മാളുകളിൽ ഷോപ്പിംഗ് ഇല്ലായിരുന്നു. അദ്ദേഹം മുഴുവൻ സമയം ജോലിയുടെ തിരക്കിലായിരുന്നു. എംബസി ജീവനക്കാരെ പാദസേവ ചെയ്യാൻ അനുവദിച്ചില്ല. പകരം ജീവനക്കാർ അവരുടെ ഓഫീസിലെ ദൈനംദിന ജോലികൾ തുടർന്നു. സത്യത്തിൽ ഞങ്ങൾ എല്ലാ ഡേറ്റയും ശേഖരിച്ച് ഫയൽ ഫോൾഡറിൽ ഇടുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾക്ക് 3 ദിവസത്തേക്ക് വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. തൻ്റെ തിരക്കുകൾക്കിടയിലും മോദി കുറച്ച് സമയമെടുത്ത് എംബസിയിലെത്തി. സന്ദർശനം വിജയിച്ചതിന് എല്ലാവർക്കും അനുമോദനം നൽകി. എല്ലാവരും അദ്ദേഹത്തോടൊപ്പം ഒരു ചായയും കഴിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പരാജയപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, വർഷങ്ങൾക്ക് ശേഷം നമുക്ക് സത്യസന്ധനായ ഒരു പ്രധാനമന്ത്രിയെ ലഭിച്ചു. അദ്ദേഹത്തെ ബഹുമാനിക്കുക. ഓരോ തവണയും അദ്ദേഹത്തെ തരം താഴ്ത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തെ തോൽപ്പിച്ച് അവരെ പാഠം പഠിപ്പിക്കുക, രാജ്യത്തെ രക്ഷിക്കുക. ഇങ്ങനെയാണ് ആ പോസ്റ്റ്. ആ ബാക്കി ഒരു ഇതിൻ്റെ താഴെ ഭാഗം മറ്റാരോ കൂട്ടിച്ചേർത്തതായിരിക്കാം. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊരു ചുറ്റുന്നു, ലോകം മുഴുവൻ ടൂറടിക്കുന്നു. അദ്ദേഹം രാജ്യത്തിൻ്റെ കാര്യം നോക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. എവിടെയാണ് മോദി എന്നൊക്കെ രാഹുൽ ഗാന്ധി അടക്കം പലപ്പോഴും പറയുന്നത്, ചോദിക്കുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചായ വിൽപ്പനക്കാരൻ എന്ന് വിളിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ 24 മണിക്കൂർ പോരാ എനിക്കെൻ്റെ രാജ്യത്തെ സേവിക്കാൻ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നുള്ളത്. ജർമ്മൻ എംബസിയിൽ ഒരു വനിത പറയുകയാണ്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ വരുമ്പോൾ കൂടെ ഒരു 10-25 എണ്ണം അദ്ദേഹത്തിൻ്റെ 10-40 എണ്ണം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായി കാണും. എന്നിട്ട് 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസം, ഫുഡ്, അടിച്ചുപൊളി. ഏതാണ് ഇന്ത്യയുടെ പണത്തിലാണ് ഈ എല്ലാ കൂത്തും നടത്തുന്നത്. എന്നിട്ട് വലിയ ഷോപ്പിംഗ് മാളുകളിൽ പോയി ഷോപ്പിംഗ് നടത്തുന്നു, വില കൂടിയ സാധനങ്ങൾ വാങ്ങുന്നു, ലക്ഷങ്ങൾ അതിനായി പൊടിപൊടിക്കുന്നു. പിന്നീട് ഒരു ദിവസം പോലും എംബസിക്കാരെ കാണാനോ അവരോടൊപ്പം ഒരു സെക്കൻഡ് പോലും ചെലവഴിക്കാനോ സമയമില്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബന്ധുക്കളില്ല, ബന്ധുക്കളുടെ സൈന്യമില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് വരുന്നു, കാര്യങ്ങൾ തീർക്കുന്നു. കിട്ടുന്ന കുറച്ച് സമയം അദ്ദേഹം എംബസിയിലെ ജീവനക്കാരെ കാണുന്നു. നിങ്ങൾ എനിക്കൊപ്പം നിന്നതിന് നന്ദി എന്ന് പറയുന്നു. ഇങ്ങനൊരു പ്രധാനമന്ത്രിയല്ലേ ഇന്ത്യ ആഗ്രഹിക്കുന്നത്? ഒന്നും ആഗ്രഹിക്കാതെ രാജ്യസേവനം മാത്രം ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്ന ഒരു പ്രധാനമന്ത്രി. അത് ഏത് പാർട്ടിയും ആവട്ടെ. ഇപ്പോൾ BJP ആകണമെന്നോ കോൺഗ്രസ് ആകണമെന്നോ CPM ആകുമോ എന്നൊന്നും അറിയില്ല, എങ്കിലും ആയിക്കോട്ടെ, ഏത് പാർട്ടി. പക്ഷെ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചാൽ ഇന്ത്യയുടെ വളർച്ച ഏത് തരത്തിലായിരിക്കും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത്, സോണിയാഗാന്ധി ആണെന്ന് നമ്മൾ ഒരിടവും കേട്ടിട്ടില്ല. പക്ഷേ
മൻമോഹൻ സിംഗ്, മൗനി ബാബയും സോണിയാണ് ഭരിക്കുന്നതും എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഒരുപാട് തവണ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു വീഡിയോ ആണ് കണ്ടത്. മൻമോഹൻ സിംഗ് ഒരിടത്ത് നിൽക്കുന്നു, സോണിയ ഒരു വാഹനത്തിൽ വന്നിറങ്ങുന്നു, എല്ലാവരും സോണിയാഗാന്ധിയെ ആനയിച്ചു കൊണ്ടുപോകുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തൊഴാനായി സോണിയയുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തെ മൈൻഡ് പോലും ചെയ്യാതെ സോണിയാഗാന്ധി നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രധാനമന്ത്രിക്ക് ഗാന്ധി കുടുംബം നൽകുന്ന, ഗാന്ധിയാണോ ഗണ്ഡിയാണോ എന്തായാലും ആ കുടുംബം നൽകുന്ന ഒരു വില എന്താണ് എന്നുള്ളത് അതിൽ തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരിടത്തും അമേരിക്കയിൽ പോയാലും ഒക്കെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വില എന്ന് പറയുന്നത് എന്തിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോകം മുഴുവൻ അംഗീകാരം കിട്ടുകയാണ്. അത് നരേന്ദ്രമോദിക്ക് കിട്ടുന്ന അംഗീകാരമല്ല, അത് ഇന്ത്യക്ക് കിട്ടുന്ന അംഗീകാരമാണ്. ഓരോ രാജ്യത്തും ഇന്ത്യക്കാർ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന അംഗീകാരം, അവർക്ക് കിട്ടുന്ന എന്താ പറയുക ഒരു വരവേൽപ്പ്, സ്വീകാര്യത, ഇതൊക്കെ നരേന്ദ്രമോദി ലോകം മുഴുവൻ സഞ്ചരിച്ച് ഉണ്ടാക്കി തന്നതാണ്. എങ്ങനെയാണ് ലോകത്തെ വളർച്ചയുടെ വലിയ പടിയിലേക്ക് ഉയർത്തിക്കയറ്റാൻ കഴിയുക, ഉന്നതിയിലേക്ക് ലോകത്തെ എത്തിക്കാൻ കഴിയുക എന്ന് അദ്ദേഹം മാതൃകയാക്കി തരിക. ഇന്ന് സൗദി, ഖത്തർ, UAE, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ബംഗ്ലാദേശ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അവിടെ അട്ടിമറി നടത്തി ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിന് ശേഷം ബംഗ്ലാദേശിനെ നമ്മൾ മാറ്റി നിർത്തുന്നു. കാരണം നമുക്ക് പണി തരുന്ന രാജ്യങ്ങൾക്ക് തിരിച്ച് കൃത്യമായി പണി കൊടുക്കാനും അവരെ നിലയ്ക്ക് നിർത്താനും ഇന്ത്യക്ക് നല്ല ബോധ്യവും നല്ല കഴിവുമുണ്ട് എന്നുള്ളതാണ്. അതായത് ആർജവമുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്, ഇന്ത്യക്ക് കാവലായി നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ തൊടാൻ ആർക്കും കഴിയില്ല എന്നൊരു വലിയ ബോധം ശത്രു രാജ്യങ്ങൾക്കുണ്ട്. ഇപ്പോൾ റഷ്യ അടക്കം നമ്മളുമായി ചേർന്ന മിസൈലുകൾ, ഡ്രോണുകൾ, വിമാനങ്ങളൊക്കെ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നു. S-400 പുറമെ S-500 നിർമ്മിക്കാനുള്ള നടപടിയിലേക്ക് നമ്മൾ കടക്കുന്നു. ആകാശ് മിസൈൽ, തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ, സൈനികർക്ക് വേണ്ട കവചങ്ങൾ, അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള കവചങ്ങൾ, ഇതൊക്കെ നൽകിക്കൊണ്ട് നമ്മുടെ അതിർത്തി കാക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നു. എല്ലാ ദീപാവലിക്കും അവർക്കൊപ്പം ചെന്ന് നിന്ന് ആഘോഷം നടത്തുന്നു. രാജ്യത്തെ ജനങ്ങളെ മൻ കി ബാത്തിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഒരു ചെറിയ കാര്യം പോലും മൻ കി ബാത്തിലൂടെ പറയാൻ അദ്ദേഹം കാണിക്കുന്ന വലിയ മനസ്സ്, അതൊക്കെ ഒരു പ്രധാനമന്ത്രി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇത്രയും ഇടപഴകുന്ന ഒരാളാണോ? ഒരു എന്താ പറയുക, ഒരു സാധാരണക്കാരനെ പോലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പെരുമാറുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ രാജ്യം മാറുക എന്ന് പറയുന്നത് അതിനെ നയിക്കുന്ന ആളിൻ്റെ കയ്യിലാണ് രാജ്യത്തിൻ്റെ പുരോഗതി മുഴുവൻ. അദ്ദേഹം ശക്തനായി മുന്നിൽ നിൽക്കുമ്പോൾ പിന്നിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന കരുത്തരായ ഒരുപാട് ആളുകൾ പിന്നിലുണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയാലും, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആയാലും, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയാലും, ഉപദേഷ്ടാവ് S ജയശങ്കർ ആയാലും, പിന്നെ അജിത് ഡോവൽ ആയാലും, ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആയാലും, പിന്നെ S ജയശങ്കർ ആയാലും ഒക്കെ നമുക്കറിയാം, ഇവരൊക്കെ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോഴോ ഇന്ത്യക്കൊരു പ്രശ്നം വരുമ്പോഴോ ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നതെന്നും പാകിസ്ഥാനൊക്കെ എന്താ പറയുക ഓടിത്തള്ളുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ രാജ്യം മാറുകയാണ്. പ്രധാനമന്ത്രിയിലൂടെ രാജ്യം വലിയ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു, വലിയ ദൂരം സഞ്ചരിക്കുകയാണ്. അസൂയ മൂത്തവർ, കുശുമ്പ് മൂത്തവർ, രാജ്യം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എന്താ പറയുക അതിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും, അതിനെതിരെ ചിലച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും നമ്മൾ കാണുകയോ കേൾക്കുകയോ വേണ്ട എന്നുള്ളതാണ്. എന്തായാലും ജർമ്മൻ എംബസിയിലെ ഒരു വനിത, ഒരു ഉദ്യോഗസ്ഥ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇന്ത്യക്ക് അഭിമാനമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.